വയനാട് മിനി ലോറി നിയന്ത്രണം വിട്ട് ക്വാറിയിലേക്ക് മറിഞ്ഞു. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ക്ലീനർ മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. ലോറി ഡ്രൈവർ ജാഫറിനെ രക്ഷപ്പെടുത്തി. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആര്യ 6.5 മണിക്കൂറോളം നീണ്ട ദുഷ്കരമായ ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ ഇതാ ലോറി മുകളിലേക്ക് ഭാഗികമായി പുറത്തെത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ ആശ്വാസകരമായ ദൗത്യത്തിന് ഒരു പുരോഗമനം ഉണ്ടായിരിക്കുന്നത്. ദൗത്യം അന്ത്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോറി ഭാഗികമായി പുറത്തെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് 70 അടി താഴ്ചയിലേക്ക് ഈ വാഹനം പതിക്കുന്നത്, നിയന്ത്രണം വിട്ട് കോറിയിലേക്ക് മറിയുന്നത്. അപ്പോൾ തന്നെ ഡ്രൈവർ ജാഫർ പുറത്തേക്ക് കടന്ന് ഡ്രൈവറിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ജാഫർ പറയുന്നതോടെയാണ് മുസ്തഫ എന്ന സഹായി കൂടി ലോറിയിൽ അകപ്പെട്ടതായി നാട്ടുകാർ അറിയുന്നത്. തുടർന്ന് തുടങ്ങിയ ഒരു രക്ഷാപ്രവർത്തനമാണ്. നിരവധി തവണ ഈ ഒരു ശ്രമം നടത്തി. ക്രെയിൻ ഉപയോഗിച്ച് പലതവണ ഈ കയറ് കെട്ടി വലിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ കയറ് ഇതിൽ ഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്തതായിരുന്നു പ്രധാന വെല്ലുവിളി. ഒരു 8 അടിയോളം താഴെ ചതുപ്പിലേക്ക് ലോറി പതിച്ച നിലയിലായിരുന്നു. ഈ ചതുപ്പിലേക്ക് താഴ്ന്ന് ഇറങ്ങിയായിരുന്നു ലോറി കിടന്നിരുന്നത്. അതൊക്കെ ദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കി. പലതവണയായി ഈ ലോക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും കയറുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അത് കയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. മലപ്പുറത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ്, മുങ്ങൽ വിദഗ്ധ സംഘം ഉൾപ്പെടെ സംയുക്തമായി നടത്തിയ, തിരൂരും മലപ്പുറം യൂണിറ്റുകൾ സംയുക്തമായി നടത്തിയ ദൗത്യം ഇപ്പോൾ ലക്ഷ്യം കാണുകയാണ്, സഫലമാവുകയാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആശ്വാസകരമായ ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. മുസ്തഫ എന്ന ഡ്രൈവർ 6 മണിക്കൂറിനോളം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇപ്പോൾ മുസ്തഫയെ പുറത്തെത്തിക്കാനുള്ള സഹായിയെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം, ആ കാത്തിരിപ്പ് ഇപ്പോൾ ലക്ഷ്യം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വാഹനത്തിനുള്ളിൽ മുസ്തഫ കുടുങ്ങി കിടന്നപ്പോൾ തന്നെ വാഹനത്തിനുള്ളിൽ പുറത്തേക്ക് എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ മുസ്തഫ കുടുങ്ങിക്കിടക്കുന്നതായി സ്ഥിരീകരിച്ചപ്പോൾ പോലും പുറത്തെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം ലോറി പതിച്ച് കിടക്കുകയായിരുന്നു. ആ ഭാഗത്തായിരുന്നു മുസ്തഫയും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ദുഷ്കരമായിരുന്നു. ലോറി ഉയർത്തിയാൽ മാത്രമേ മുസ്തഫയെ പുറത്തെടുക്കാൻ സാധിക്കൂ എന്നൊരു ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറി മുകളിലേക്ക് ഭാഗികമായി നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മിനി ലോറി ദൃശ്യങ്ങൾ കാണാം. സ്ക്യൂബ ഡൈവിംഗ് സംഘം അവിടെയുണ്ട്. തിരൂരിലെയും മലപ്പുറത്തിലെയും മുങ്ങൽ വിദഗ്ധരാണ്. ഏറെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൗത്യങ്ങളിൽ പങ്കെടുത്ത മുങ്ങൽ വിദഗ്ധ സംഘമാണ്. മണിക്കൂറുകൾ നീണ്ട ഒരു ദൗത്യം, വെല്ലുവിളികളായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വകഞ്ഞു മാറ്റിയാണ് ഇപ്പോൾ 6.5 മണിക്കൂറോളം നീണ്ട ഒരു പരിശ്രമം ലക്ഷ്യം കാണുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആര്യ, നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ മുസ്തഫയെ ആരോഗ്യപരമായി തന്നെ പുറത്തെടുക്കണേ എന്നൊരു പ്രാർത്ഥനയോടെയൊക്കെയാണ് കാത്തിരുന്നത് ആളുകൾ. പക്ഷേ ആ ശ്രമം എന്തായാലും ഫലം കണ്ടില്ല. 4 മണിക്കൂറോളം നീണ്ടു. പല പ്രതിസന്ധികളുണ്ടായിരുന്നു, പല തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു അന്തിമഘട്ടത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ ലോറി ഭാഗികമായി പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ദൗത്യ സംഘത്തിന് എത്താൻ സാധിച്ചു എന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇനി ആ മുകളിലേക്ക് വന്ന ഭാഗത്തുകൂടി പുരോഗമിക്കുകയാണ്. അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകിയത്.